നമ്മുടെ പ്രസംഗമൊക്കെ എപ്പോഴും നമുക്ക് കൊള്ളാം. പണ്ടും പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. ഗരീബി ഹഠാവോ, ബേക്കരി ഹഠാവോ, എന്തെല്ലാം പ്രസംഗം ഉണ്ടായിരുന്നു. നെഹ്റുവിൻ സോഷ്യലിസം. അവിടുന്നാണ് പിന്നെ നരസിംഹറാവുവിനെ നമ്മൾ കണ്ടത്, മൻമോഹൻ സിംഗിനെ നമ്മൾ കണ്ടത്, ഇന്ത്യ രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടത്, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിനോടുള്ള ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ BJP രക്ഷപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന അവസ്ഥയാണ് BJP ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്കുള്ള വിമർശനം. അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? BJP. ഇവിടെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി OBC ആണ്, വളരെ നന്നായിരിക്കുന്നു. കേരളത്തിലെ EMS ആണ് ആദ്യത്തെ മുഖ്യമന്ത്രിയായത്. EMSൻ്റെ ജാതി ഞാൻ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ജാതിയെ ഉപേക്ഷിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം അധികാരത്തിലേറിയ 7 ദിവസക്കാലത്തിനകം കേരളത്തിൽ കുടിയിറക്ക് നിരോധനം കൊണ്ടുവന്നു. ഇവിടുത്തെ പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും ഒക്കെ കുടികിടപ്പ് കിടന്നിരുന്ന ഭൂമിയിൽ നിന്നും മനുഷ്യനെ ഇറക്കി വിടരുതെന്ന നിയമം, ഭൂപരിഷ്കരണ നിയമം. നിങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 10 കൊല്ലമായി. ഇന്ത്യ രാജ്യത്ത് ഭൂപരിഷ്കരണത്തിന് എന്ത് ചെയ്തു? ഇന്ത്യയിലെ പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ BJP എന്തു ചെയ്തു? വട്ടപൂജ്യം. നിങ്ങൾ കള്ളപ്പണം പിടിക്കാൻ പോയി. യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയല്ലേ ജന്മികളുടെ കൈവശം. അത് മുസ്ലിം ജന്മിമാരാണെങ്കിലും മുസ്ലിം രാജാക്കന്മാരാണെങ്കിലും ഹിന്ദു രാജാക്കന്മാരാണെങ്കിലും ഇഷ്ടം പോലെ സ്വത്ത് കിടക്കുകയല്ലേ. ഈ സ്വത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന് കൊടുക്കണ്ടേ? അതല്ലേ ഞങ്ങൾ മിച്ചഭൂമി സമരത്തിലൂടെ, കുടികിടപ്പ് സമരത്തിലൂടെ, ഭൂപരിഷ്കരണ സമരത്തിലൂടെ കേരളത്തിൽ നടപ്പാക്കിയത്. ഇന്ത്യയിൽ 10 കൊല്ലമായിട്ട് മോദിക്കത് പറ്റിയോ? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് മോദി പിന്നോക്കക്കാരനാണെന്ന് നടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ത്യ രാജ്യത്തെ ഹിന്ദു ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരെ വഞ്ചിക്കുകയും അദാനിമാരും അംബാനിമാരും അടക്കമുള്ള 252 പേരെ ശതകോടീശ്വരന്മാരാക്കി വളർത്തുകയും ചെയ്ത നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാക്കിയ ഭരണമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അമിത്ഷാ എന്തോ പ്രത്യേകമായ കാര്യം ചെയ്തെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ നരേന്ദ്രമോദി പോയിട്ടില്ല. വിശ്വഗുരു ആയതുകൊണ്ട് നരേന്ദ്രമോദി ലോകം മുഴുവൻ പോകുന്നതാണ് പറഞ്ഞ്. പക്ഷേ ബാലി കയറാൻ മല പോലെ മണിപ്പൂർ മോദി കയറാൻ മലയാണ്. എങ്ങനെയാണ് മണിപ്പൂർ മോദി കയറാൻ മലയായത്? അമിത്ഷായുടെ കഴിവാണ്, ആഭ്യന്തരകാര്യമന്ത്രിയുടെ കഴിവാണ്. പിന്നെ കാശ്മീരിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കാശ്മീരിൽ ഭീകരന്മാർ കയറിയെന്നായിരുന്നല്ലോ BJPയുടെ തർക്കം. ഇപ്പം ജമ്മുവിലെ അവസ്ഥ നോക്കിയേ. കാശ്മീരിൽ നിന്ന് ഭീകരവാദം നേരെ ജമ്മുവിലേക്ക് കയറിയിട്ട് ജമ്മുവിലെ പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിയില്ലേ? നിങ്ങളുടെ അമിത്ഷാ പരാജയമല്ലേ? നിങ്ങളുടെ ഇൻ്റലിജൻസ് പരാജയമല്ലേ? ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ BJPയുടെ MP ടിക്കറ്റ് കൊടുത്തിട്ട് പാർലമെൻറ്റിൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഉണ്ടായ സംഭവം എന്ത് ഇൻ്റലിജൻസായി നരേന്ദ്രമോദിക്കും അതുപോലെ അമിത്ഷയ്ക്കും ഉള്ളത്? വിജയിച്ച പ്രധാനമന്ത്രിയാണോ? വിജയിച്ച ആഭ്യന്തരകാര്യമന്ത്രിയാണോ? പിന്നെ 3-ാം ഊഴം കിട്ടിയെന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും. വാരണാസിയിൽ നിന്ന് എത്ര വോട്ടാണ് പോയത്? അയോധ്യയിൽ എങ്ങനെയാണ് തോറ്റത്? അതും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ജനറൽ സീറ്റ് ജയിച്ചു അയോധ്യയിൽ. ചരിത്രപരമായിട്ടാണ് കേട്ടോ. ശംഭൂക വധമുണ്ടായ കഥ രാമായണത്തിലുണ്ടല്ലോ. ആ ശംഭൂകനെ വധിച്ചതിന്, ദൈവത്തെ പൂജിച്ചതിന് ശംഭൂകനെ വധിച്ച കഥ പറയുന്ന സ്ഥലത്താണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് കയറിയത് BJP തോപ്പിച്ചുകൊണ്ട് അയോധ്യയിൽ. അതുകൊണ്ട് വിശ്വഗുരുവിൻ്റെ ആ നെഞ്ചളവൊക്കെ അങ്ങ് പോയിരിക്കുകയാണ്, പഴയ മോദിയല്ല. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ ഏതാണ്ട് അദാനിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു അദാനിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. UDFൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ അദാനി തുറമുഖം അദാനിക്ക് കൊടുത്തു. ഞങ്ങൾ ആ തുറമുഖം നടപ്പാക്കാൻ വേണ്ടി എന്താണോ കേരള സർക്കാർ ഉണ്ടാക്കിയ കരാർ, ആ കരാറിന് അനുകൂലമായിട്ട് തന്നെ നിന്നു. നടപ്പാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു. വിമോചന സമരം ഉണ്ടാക്കിയിട്ടും പിണറായി വിജയൻ അനങ്ങിയില്ല, തൻ്റെ ഇടം കാണിച്ചു. അവിടെ വിഴിഞ്ഞ തുറമുഖം വന്നു. പക്ഷെ ഞങ്ങൾ വിമാനത്താവളം വിറ്റില്ല. ഞങ്ങൾ കേരളത്തിൽ വല്ലതും വിറ്റോ? നിങ്ങൾ എത്ര തുറമുഖങ്ങൾ വിറ്റു? നിങ്ങൾ എത്ര വിമാനത്താവളങ്ങൾ വിറ്റു? നിങ്ങൾ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ BJP ഇന്ത്യയിൽ വിറ്റു? കോൺഗ്രസ് വിറ്റു, BJP വിറ്റു. കേരളത്തിലെ LDF ചെയ്യുന്ന വിമാനത്താവളം വിൽക്കലല്ല, തുറമുഖം വിൽക്കലല്ല, ഇവിടുത്തെ പൊതുമേഖല വിൽക്കലല്ല. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കില്ല. അപ്പോൾ എന്താ പ്രത്യേകത? കേരളം ഒരു മാതൃകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാതൃകയാണ്. പിന്നെ നിങ്ങൾ പറയുന്നു ധനകാര്യ ദൃഢീകരണം നമുക്ക് നടപ്പാക്കാം. കർഷകൻ്റെ കാര്യം വരുമ്പോൾ വലിയ ബാധ്യത വരുമല്ലേ സന്ദീപേ? ഞാൻ ചോദിക്കട്ടെ, കോവിഡ് വന്നപ്പം കോർപ്പറേറ്റുകളെ സഹായിക്കാൻ 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി 22%. എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടിരുന്നില്ല?
കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ബഹുമാനപ്പെട്ട അഭിലാഷ് ഉത്തരം പറയിപ്പിക്കണം ഞാൻ അഭ്യർത്ഥിക്കാം. കാരണം എന്താണ്? ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുക മാത്രമല്ല, ഇവരുടെ എല്ലാം സമ്പത്ത് പെരുകി. അംബാനി, അദാനി, ശതകോടീശ്വരന്മാരുടെ എല്ലാം സമ്പത്ത് പെരുകിയതിൻ്റെ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ സമ്പത്ത് പെരുകിയ പിന്നെ നികുതി ഏർപ്പെടുത്തുമ്പോൾ കോവിഡ് കാലത്ത് 30% ഉണ്ടായിരുന്ന നികുതി 22% കുറച്ചു. ശരി, അത് 30 അപ്പോൾ കർഷകർക്ക് കൊടുക്കാൻ പൈസ കിട്ടും. അപ്പോൾ നരേന്ദ്രമോദി നിർമ്മലാ സീതാരാമൻ എന്താ വീണ്ടും ചെയ്തത്? വിദേശ കോർപ്പറേറ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ അവർക്കുള്ള നികുതി വീണ്ടും ഇളവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആരുടെ കൂടിയാണ്? നരേന്ദ്രമോദി നിർമ്മലാ സീതാരാമനും ആരുടെ കൂടിയാണ്? ആരുടെ ദൃഢീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്? കർഷകരെക്കുറിച്ചാണോ? തൊഴിലാളിയെക്കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഒറ്റ പ്രസംഗം മാത്രമല്ലല്ലോ പാർലമെന്റിൽ നടന്നത്. ബഡ്ജറ്റിനെ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ 238 അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ പാർട്ടികളും ചർച്ച പങ്കെടുത്തു. അതിൻ്റെ അവസാനമാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ അവതരണം നടത്തുന്നത്. ആ അവതരണത്തിനകത്ത് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം കടന്നാക്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷയും BJPയുടെ ഭരണവും തുറന്നു കാട്ടപ്പെടുകയാണ് ഈ പശ്ചാത്തലത്തിൽ എന്ന് കൃത്യമായി ഞങ്ങൾ പറയുന്നു.